ആണ്. താഴെ സ്വിസ് നാക്ക് വഴങ്ങുന്നില്ല കേട്ടോ, എന്താണെന്നോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാണ്. ഗെറ്റ് റെഡി വിത്ത് മീ. ഇന്നത്തെ ലുക്ക് എന്ന് പറയുമ്പം നമ്മൾ കോളേജിലോ സ്കൂളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങി പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ. കിണുങ്ങാമണി അവിടെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവൻ സൗണ്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സംസാരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും നേരെ വൈകിക്കണ്ട, നേരെ മേക്കപ്പിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ബഞ്ചാറാസിൻ്റെ ഒരു ആൽമണ്ട് ഇതിലുള്ള ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പം ഞാനത് അത്യാവശ്യം കുറച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഇടണം കേട്ടോ, കാരണം ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് തണുപ്പാണല്ലോ, അതുകൊണ്ട് കഴുത്തിലും ഇടണം കേട്ടോ. കഴുത്തിൽ ഇടണം, മറക്കരുത്. സൺസ്ക്രീൻ ഡോക്ടർ ഷത്തിൻ്റെ ആണ്. സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് എടുക്കുന്നുണ്ട്. അപ്പം ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊന്ന് ലിപ് ബാം ഇട്ട് കൊടുക്കുക. ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഐബ്രോ. അപ്പം എൻ്റെ ഐബ്രോ ഒന്ന് ശരിയാക്കുകയാണ്. അപ്പോൾ ഐബ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് ഡാർക്ക് സർക്കിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്രയോൺ പാലറ്റിൽ നിന്ന് എനിക്ക് ഏകദേശം സ്യൂട്ടായിട്ടുള്ളൊരു ഷെയ്ഡ് എടുക്കാൻ പോവാണ്. ഇതെടുക്കാം. എനിക്ക് ഏകദേശം സ്യൂട്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്കിപ്പോൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ ക്രയോൺ പാലറ്റ് കയ്യിൽ വെച്ചിരുന്നാൽ നല്ലതാണ് കേട്ടോ. കാരണം ഇതൊരു ഡ്രൈ ആക്കുന്നില്ല സ്കിന്നിന്, ഒരു ക്രീമി ടെക്സ്ചറാണ്. അത്യാവശ്യം ഒക്കെ കവർ ചെയ്തോളൂ. ഇവിടെ പിന്നെ ലൈറ്റിൻ്റെ ഷാഡോ ഒക്കെ ഉണ്ട്. പ്രോപ്പർ ലൈറ്റ് അല്ലാത്ത കൊണ്ടിട്ട് സാധാരണ ഒരു ലൈറ്റിൻ്റെ കീഴിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടുള്ള ഒരു ഷാഡോ ഒക്കെ ഉണ്ടാകും. ഇവിടെ മാത്രം ഞാൻ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. പിന്നെ ഈ ഭാഗത്തും കൂടെ കുറച്ചിടുന്നുണ്ട്. ഇപ്പം ഞാൻ കോമ്പാക്റ്റ് വെച്ചിട്ട് ലൂസ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇടുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇത് പ്ലമപ്പിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. താഴെ സ്വിസ് നാക്ക് വഴങ്ങുന്നില്ല കേട്ടോ, എന്താണെന്നോ. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഈ പിങ്ക് കളറിലുള്ള നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നല്ല ഷെയ്ഡാണ്. കണ്ടില്ലേ? ഇത്ര ഓവർ കളറൊന്നും അല്ല കേട്ടോ. ഇത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇത് കുറച്ചൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു നമുക്ക് പാകത്തിനുള്ളൊരു കളർ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ? കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി കളർ കിട്ടും, പിങ്ക് കളറ്. ലാസ്റ്റ് പരിപാടി സെറ്റിംഗ് സ്പ്രേ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഫിനിഷ് ആവും. നല്ല വൃത്തിക്കൊന്ന് മുകളിലോട്ട് കെട്ടിയിട്ട് ഹെയർ കെട്ടിയിട്ട് വരാം. അപ്പോൾ ഹെയറൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടാം. ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു വാച്ച് ഇടുന്നുണ്ട്.
ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനത്തെ വാച്ചാണ് കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ട് പല പരിമിതികളും ഉണ്ട്, എന്നാലും പറ്റുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.